അയ്യപ്പ സംഗമം അടുത്ത പണിയാകുമോ? അത് ഒരു സ്വാഭാവികമായ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ചില പ്രസക്തിയുള്ള വശങ്ങൾ കൂടിയുണ്ട്. കാരണം ശബരിമല സ്വർണ്ണമോഷണ വിവാദമാണ്. ശബരിമല സ്വർണ്ണം നഷ്ടപ്പെട്ട വിവാദമാണ് സംസ്ഥാന സർക്കാരിന് 2 തെരഞ്ഞെടുപ്പുകളിൽ പണി കൊടുത്തത്. ഇടതുമുന്നണിക്ക് CPM പണി കൊടുത്തത്. ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും ഇത് ബാധിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു വലിയ സബ്ജക്റ്റായി അവർ കരുതുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ ശബരിമലയിലെ നഷ്ടങ്ങളെയൊക്കെ നികത്താൻ വേണ്ടി കൊണ്ടുവന്ന അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം, അതായിരുന്നു ആ പ്രഖ്യാപനം. NSSനെയും SNDP ഒക്കെ അണിനിരത്തിക്കൊണ്ടുള്ള ആ ഒരു നീക്കം അത് പൊതുവിൽ നന്നായി ഗുണപ്പെട്ട് കാണും എന്ന് കരുതപ്പെട്ടിടത്താണ് അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചില കണക്കുകൾ വെല്ലുവിളി ഉണ്ടാക്കുന്നത്. ഈ കണക്കുകളിൽ ഒട്ടും ചേർന്ന് പോവാത്ത ചില കാര്യങ്ങളുണ്ട് എന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. സ്വാഭാവികമാണ്, കാര്യങ്ങൾ സർക്കാരിന് വിശദീകരിക്കേണ്ടി വരും. ഇപ്പോൾ ഈ വിവാദത്തിന് അടിസ്ഥാനമാവുന്ന ഒരു കാര്യം, ഇത് സംബന്ധിച്ച് കണക്കുകളിൽ കൃത്യത ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടാവുന്നു. ദേവസ്വം കമ്മീഷണർ റിപ്പോർട്ട് കൊടുക്കുന്നു. പക്ഷേ ആ റിപ്പോർട്ടിൽ നിരവധി അവ്യക്തതകൾ ഉണ്ട് എന്നതാണ്. അതിൻ്റെ പൂർണ്ണരൂപം പുറത്തു വരാനിരിക്കുന്നു. ഇല്ലാത്ത കാര്യങ്ങൾക്ക് ചെലവഴിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ കടന്നു വരുന്നുണ്ട്. പക്ഷേ ഇതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റായ PS പ്രശാന്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. കാരണം ഈ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ മുഴുവൻ അടിസ്ഥാനരഹിതം എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. ആഗോള അയ്യപ്പ സംഗമത്തിനായി ദേവസ്വം ബോർഡിൽ നിന്നും 1 രൂപ പോലും ചിലവഴിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അയ്യപ്പ സംഗമത്തിനായി ചിലവഴിച്ചത് 3 കോടി രൂപയാണ്. അതേസമയം 8 കോടി രൂപ ചിലവഴിക്കപ്പെട്ടു, ചിലവായി 8 കോടി വന്നു എന്നതാണ് വാർത്ത. അത് അദ്ദേഹം തള്ളുകയാണ്. 3 കോടി മാത്രമാണ് ചിലവ് വന്നത്. സ്പോൺസർഷിപ്പിലൂടെ 4 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വന്ന റിപ്പോർട്ട് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ലെന്നുമാണ് അദ്ദേഹത്തിൻ്റെ ഒരു FB പുസ്തകത്തിലൂടെ, FB പേജിലൂടെ അദ്ദേഹം നടത്തുന്ന വിശദീകരണം. പക്ഷേ ആ വിശദീകരണം അത്ര കണ്ട് പൂർണ്ണമല്ല എന്നതാണ് വസ്തുത. അതിൽ അവ്യക്തതകളുള്ള നിരവധി കാര്യങ്ങളുണ്ട്. നമുക്കതിൻ്റെ വിശദാംശത്തിലേക്ക് വരാം. ഇതിനു മുമ്പായി ഇത് സംബന്ധിച്ച ചില പ്രതികരണങ്ങൾ കൂടി വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ആ പ്രതികരണത്തിലേക്ക് പോകാം. പ്രതിപക്ഷം അവർക്ക് മുന്നിലേക്ക് വരുന്ന ഒരു പുതിയ ആയുധമാണിത്. അതുകൊണ്ട് ഒന്നുകൂടി ശക്തമായി സർക്കാരിനെതിരെ പ്രയോഗിക്കുകയാണ് ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വിവാദം. കേൾക്കാം പ്രതിപക്ഷ നേതാവിന്റെ വാക്ക്. അയ്യപ്പ സംഗമം, അയ്യപ്പന്റെ പേരിലുള്ള മറ്റൊരു തട്ടിപ്പൂടി പുറത്തു വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പടം വെച്ച് കേരളം മുഴുവൻ ഹോർഡിങ്സും ബോർഡുകളും വെച്ച ഒരു കേസിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഹൈക്കോടതി മര്യാദയ്ക്ക് കണക്ക് തരണം എന്നു മാറ്റിക്കാണും. വലിയ വിശദമായ അന്വേഷണമാണ് നടക്കേണ്ടത്. മുഖ്യമന്ത്രിയും അതുപോലെ ദേവസ്വം മന്ത്രിയും മുൻകൈയെടുത്ത് നടത്തിയ പരിപാടിയിൽ കൊള്ള നടത്താൻ മടിയില്ലാത്ത ആളുകളാണ് കൂടെയുള്ളത്. ദേവസ്വം ബോർഡിന്റെ മറവിൽ നടത്തിയിരിക്കുന്ന, ദേവസ്വം വകുപ്പിന്റെ മറവിൽ നടത്തിയിരിക്കുന്ന ഈ കൊള്ളയെക്കുറിച്ച് ഹൈക്കോടതി ഗൗരവതരമായി അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരായി നടപടിയെടുക്കുന്നതാണ്. ഇത്രയും വലിയ വിവാദം വന്നിട്ടും ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ഇത്രയും കോടി രൂപ കൊള്ളയടിച്ചു. അതിനുള്ള ധൈര്യം പോണ പോക്കിൽ എല്ലാം കാലിയാക്കിക്കൊണ്ട് എല്ലാം കൊള്ളയടിച്ചുകൊണ്ടുള്ള പോകുന്ന പോക്കാണ്. കിട്ടാവുന്നതെല്ലാം അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഞ്ച് ഡയലോഗാണ് VD സതീശൻ അടിക്കുന്നത്. കാരണം വലിയ സാധ്യതയുള്ള ഒരു രാഷ്ട്രീയ വിഷയമാണ് തുറന്നു കിട്ടുന്നത് ആഗോള അയ്യപ്പ സംഗമം. എന്തായാലും ഹൈക്കോടതിയുടെ പരിഗണനയിൽ അതുകൊണ്ട് വ്യക്തത ഉണ്ടാവേണ്ടതുണ്ട്. വലിയ രീതിയിൽ ഇല്ലാത്ത പരിപാടികൾ, അവിടെ ഒരിക്കലും നടക്കാത്ത പരിപാടികൾക്ക് പോലും പണം എഴുതി കളഞ്ഞു എന്ന ചില ഞെട്ടിക്കുന്ന കണക്കുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ വസ്തുത ഉണ്ടാവേണ്ടതുണ്ട്. PS പ്രശാന്ത് ഈ വിഷയത്തിൽ ചില കണക്കുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മാധ്യമങ്ങളിൽ വന്ന വാർത്തയല്ല ശരി, ഇതാ ഇങ്ങനെയാണ് കണക്കുകൾ എന്ന വാദമൊക്കെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ അതിൽ പോലുമുള്ള കണക്കുകളിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. 3 കോടിയാണെങ്കിലും 3 കോടിയും എന്തിന് ചെലവഴിച്ചു എന്ന ചോദ്യം അതിൽ ഉണ്ടാവുന്നുണ്ട്. എല്ലാം ഒരു സ്പോൺസർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് സ്പോൺസർ പണം മുടക്കി എന്ന വാദമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അതും എത്ര കണ്ട് ന്യായീകരണമെന്ന് സംശയമുണ്ട്. പബ്ലിസിറ്റിക്കും മറ്റും ചെലവഴിച്ച തുക കേട്ടാൽ ഞെട്ടിപ്പോവും പലപ്പോഴും. എന്തായാലും അതിൻ്റെ വസ്തുത പരിശോധിക്കപ്പെടേണ്ടതുണ്ട് കൂടുതൽ. എന്തായാലും ഹൈക്കോടതി ഇതിൽ ഇടപെടുമെന്ന് നമുക്ക് കരുതാം. വസ്തുത ആരുടെ കണക്കാണ് ശരി എന്നതിൽ ഒരു വസ്തുത തെളിയേണ്ടതുണ്ട്. ഇതിൽ CPM നേതൃത്വത്തോടും ഇന്ന് ചോദ്യമുണ്ടായിരുന്നു. രസകരമാണെന്ന് MV ഗോവിന്ദൻ ഈ വിഷയത്തിൽ പറഞ്ഞ മറുപടി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടി. പാർട്ടി ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വം പറയേണ്ട ആവശ്യമില്ല എന്ന കാര്യമാണ് ഇക്കാര്യത്തിൽ MV ഗോവിന്ദൻ പറഞ്ഞത്. ദേവസ്വം മന്ത്രിയും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. നമുക്ക് വേഗത്തിൽ ദേവസ്വം മന്ത്രി VN വാസവന്റെ കൂടി ആ പ്രതികരണം. സാമ്പത്തിക ഇടപാടുകളും കണക്കുകളും ഒന്നും കൈകാര്യം ചെയ്യാൻ ഗവൺമെന്റിന് ദേവസ്വം ബോർഡാണ്. അവർ വ്യക്തമായി അത് കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് നിങ്ങളെ ബോധ്യപ്പെടുന്ന രൂപത്തിൽ തന്നെ കൃത്യമായി കണക്ക് സമീപിച്ച് ഇപ്പോ എനിക്ക് ആകെ മറുപടി പറയേണ്ടി വന്നൊരു കാര്യം, നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദ്യം എഴുതി നിയമസഭയിൽ ഈ അവിടുന്ന് അഡ്വാൻസായി എടുത്ത പൈസ
തിരിച്ചു കൊടുത്തോ? ഞങ്ങൾ എഴുതി ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ മറുപടി തിരിച്ചു കൊടുത്തു. 17/10/2025 ആ 3 കോടി തിരിച്ചു കൊടുത്തിട്ടുണ്ട് ദേവസ്വം ബോർഡ്. ബാക്കി സ്പോൺസർമാരുടെ പൈസ കൊണ്ട് മാത്രമാണ് കാര്യങ്ങൾ. എന്താണ് ചെലവ്, മറ്റു കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നത് ദേവസ്വം ബോർഡാണ്. അവരുമായി ബന്ധപ്പെട്ടാൽ മറ്റെല്ലാ കാര്യങ്ങളും കണക്ക് കൈകാര്യം ചെയ്യുന്നവരല്ലേ അതിന് വിശദീകരണം തരുന്നത്. ആ കണക്ക് കൈകാര്യം ചെയ്തത് ഞാനെങ്ങനെയാണ് വിശദീകരിച്ചത്? നമുക്ക് ചോദിക്കേണ്ട ഒരു സമയം വരുമ്പോൾ നമ്മൾ ചോദിക്കും, അത്രേ ഉള്ളൂ. അത്തരം അല്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കേണ്ടോ ഉണ്ടെങ്കിൽ അന്വേഷിക്കാൻ കോടതി പറഞ്ഞാൽ അന്വേഷിക്കും. കോടതിയാണ് ഇപ്പം ഞാൻ പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവിട്ടു, മന്ത്രി യോഗം വിളിക്കാൻ പാടില്ല, പങ്കെടുക്കുന്ന നടത്താൻ പാടില്ല, മീഡിയയോട് കാര്യം വിശദീകരിക്കാൻ പാടില്ല. ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസാണ്. ഞാൻ അഭിനന്ദിച്ചതിനായാലും കോടതിക്ക് ബഹുമാനപ്പെട്ട കോടതി എനിക്ക് അനുമതി തന്നു യോഗം വിളിക്കാനും മറ്റു കാര്യം. അതിനുശേഷം ആ കാര്യങ്ങൾ കൃത്യമായി പങ്കുചേരണം. അപ്പോൾ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ബോഡി കയറി അനിയന്ത്രമായി ഇടപെടാനോ ഡേറ്ററി ബിസിനസ് ഇടപെടാനോ ഒരു അധികാരമില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കൃത്യമായി അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞു പോകുന്നു. ഇതാണ് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പ്രതികരിക്കുന്നത്. എന്തായാലും എല്ലാം ദേവസ്വം ബോർഡ് പറയട്ടെ എന്ന വാദമാണ് വെക്കുന്നത്. ഹൈക്കോടതിയുടെ മുന്നിലുണ്ട് ഫയല്. ഹൈക്കോടതി ആ ഫയല് സീൽഡ് കവറിലുള്ളത് പൊട്ടിക്കട്ടെ, വിശദാംശങ്ങൾ പുറത്തു വരട്ടെ. ഈ പുറത്തു വന്ന വാർത്തകൾ ശരിയെങ്കിൽ ഞെട്ടിക്കുന്ന കണക്കുകൾ തന്നെയാണ്. പക്ഷേ ഔദ്യോഗിക സ്ഥിരീകരണം ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങളും ആ കണക്കുകൾ അതേപടി ഏറ്റെടുക്കുന്നില്ല. പക്ഷേ ഞെട്ടിക്കുന്ന ആ വാർത്തകളുടെ വസ്തുത കൂടി അറിയേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.